അപ്പോൾ ഇതുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തേക്കുന്ന സ്വന്തം ക്ഷേമം സിന്ദാബാദ്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ പെൻഷനും സ്വന്തമാക്കി ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ. സർക്കാർ ശമ്പളം പറ്റുന്നവർക്ക് ക്ഷേമ പെൻഷന് യോഗ്യതയില്ലെന്നിരിക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 സർക്കാർ ജീവനക്കാർ ഇത് കൈപ്പറ്റുന്നതായി കണ്ടെത്തി. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി. അപ്പം സ്വന്തം ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ സർക്കാർ ശമ്പളം പറ്റുന്നവർക്ക് ക്ഷേമ പെൻഷൻ യോഗ്യതയില്ലെന്നിരിക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 സർക്കാർ ജീവനക്കാരാണ് ഇത് കൈപ്പറ്റുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ധനവകുപ്പിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇൻഫോർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പ് പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. സർക്കാർ കോളേജിൽ പഠിപ്പിക്കുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരും അടക്കം പെൻഷൻ വാങ്ങിയവരിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ പട്ടികയിലുള്ള ഭൂരിപക്ഷം പേരും ഇപ്പോൾ സർവീസിലുള്ളവരാണ്. അപ്പോൾ സർവീസിലുള്ളവരാണ് ഇത് കൂടുതലും ഇങ്ങനെ തട്ടിപ്പിനകത്ത് പെടുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനും അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചു പിടിക്കാനും മന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ അനധികൃതമായിട്ട് പൈസ തട്ടിയെടുത്തവർക്ക് അവർക്ക് കർശനമായിട്ട് ശിക്ഷ കൊടുക്കാനും അതുപോലെ പെൻഷൻ വാങ്ങിയ തുക പലിശ സഹിതം തിരിച്ചു കൊടുക്കാനുമായിട്ടാണ് മന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിലാണ് കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാരുള്ളത്. അപ്പോൾ ആരോഗ്യവകുപ്പിലാണ് കൂടുതലായിട്ടും പെൻഷൻ വാങ്ങുന്ന ജീവനക്കാരുള്ളത്. 373 പേരാണ് ആരോഗ്യവകുപ്പിലുള്ളത്. അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. വിവിധ തലങ്ങളിലുള്ള പരിശോധന തുടരാനാണ് ധനവകുപ്പിൻ്റെ തീരുമാനം. അപ്പം വിവിധ തലങ്ങളിലായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പ് മെയിനായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കടന്നുകൂടിയെന്ന് വെച്ചാൽ ഭൂരിപക്ഷവും ലാസ്റ്റ് ഗ്രേഡ് ക്ലർക്ക് ജീവനക്കാരാണ്. പ്രായപരിധി ബാധകമാവാത്ത പെൻഷൻ മുൻപ് വാങ്ങിയിരുന്നവർ സർക്കാർ ജോലിയിൽ സ്ഥിരപ്പെട്ട ശേഷമോ ജോലി കിട്ടിയ ശേഷമോ ഗുണഭോക്തൃ പട്ടികയിൽ തുടർന്നതാവാം തട്ടിപ്പിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. പിന്നെ പഞ്ചായത്ത് തലത്തിലുള്ള ഗുണഭോക്താക്കളെ ചേർത്തതിലും വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ട്. ഇതിലൂടെ മാസം 1600 രൂപയാണ് നിലവിലെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. അപ്പം അനർഹരായ 1458 പേർക്ക് നൽകുമ്പോൾ സർക്കാരിന് മാസം നഷ്ടമുണ്ടാകുന്നത് 23.3 ലക്ഷം രൂപയാണ്. അപ്പം മാസം എന്ന് പറയുന്നത് 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അനർഹരായ അതിന് അർഹതയില്ലാത്ത 1458 പേർക്കാണിത് സർക്കാർ നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിലൂടെ സർക്കാരിന് നഷ്ടപ്പെടുന്നത് 23.3 ലക്ഷം രൂപയാണ് അതായത് ഒരു വർഷം വരുമ്പോഴത്തേക്കും 2.5 കോടി രൂപ സർക്കാരിന് നഷ്ടമാകുന്നുണ്ട്. ക്ഷേമ പെൻഷനിൽ 5 വിഭാഗങ്ങളുണ്ട്. വാർദ്ധക്യ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ഭിന്നശേഷി, വിധവ, അവിവാഹിത പെൻഷൻ. ഇതിൽ ഭിന്നശേഷി വിധവ പെൻഷൻ പ്രായപരിധി ബാധകമല്ല. 50 കഴിഞ്ഞ അവിവാഹിതകൾക്ക് പെൻഷൻ അപേക്ഷിക്കാം. വാർദ്ധക്യ കർഷക തൊഴിലാളി പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞാലേ അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ അനധികൃതമായിട്ട് 1458 പേരാണ് പെൻഷൻ വാങ്ങുന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തുടർ നടപടി എടുത്ത് 60 വയസ്സെന്നുള്ളൊരു പ്രായപരിധി ഇല്ല. അർഹരല്ലാത്തവരുടെ പെൻഷനെല്ലാം സർക്കാർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുടർ നടപടി സർക്കാർ കൈക്കൊള്ളട്ടെ എന്ന് പറയാം. അതല്ലേ.